കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുള്ള യൂണിവേഴ്സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 2026 ഡിഗ്രി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് ഇന്ന് പബ്ലിഷ് ചെയ്യണം. സമയം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല, വൈകുന്നേരങ്ങളിലായിരിക്കും പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അഡ്മിഷൻ പ്രക്രിയ എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് പ്രക്രിയയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ വിദ്യാർത്ഥികളും വീഡിയോന്റെ അവസാനം വരെ കാണുക. 10 മിനിറ്റോളം വീഡിയോ ഉണ്ടായിരിക്കും. ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടെത്തി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇതിലെല്ലാ കാര്യവും വളരെ കൃത്യമായിട്ട് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രക്രിയയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തു വെക്കുന്നത്. ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇനിയുള്ള 4 വർഷ ഡിഗ്രിക്കാണ് ജോയിൻ ചെയ്തത്. 4 വർഷത്തെ വിവിധ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ 22-ാം തീയതിയാണ് വരുമെന്ന് പറഞ്ഞാൽ അത് ഇന്നാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വളരെ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിച്ചതുപോലെ തന്നെ നിങ്ങളുടെ ക്യാപ് ഐ ഡിയും സെക്യൂരിറ്റി കീയും ഉപയോഗിച്ചുകൊണ്ട് അലോട്ട്മെന്റിന്റെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തു. സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അലോട്ട്മെന്റ് ബട്ടൺ ഉണ്ടാവും. വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടത് വിശദമായിട്ട് പറയാം. അലോട്ട്മെന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു കോളേജ് ഒരു കോഴ്സ് അവിടെ കാണിക്കുന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോളേജും കോഴ്സും കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാൻഡേറ്ററി ഫീ അടക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോളേജ് ആണെങ്കിലും നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കണം. ഇനി അവിടെ ദർ ഇസ് നോ അലോട്ട്മെന്റ് എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയിട്ടില്ല, ആ വിദ്യാർത്ഥികൾ ഒരു ഫീസും ഇപ്പോൾ അടക്കേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കുന്നു. ഒരു കോളേജും ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കണ്ട. ഓക്കെ, മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ പിന്നീട് അഡ്മിഷൻ പ്രക്രിയയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എനിക്കൊരു കോളേജ് ഇഷ്ടപ്പെട്ട് ഞാൻ മാൻഡേറ്ററി ഫീ അടക്കണോ എന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തി ഇല്ല. നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വേണോ, പുതിയ കോളേജ് വേണോ, നിങ്ങൾ മാൻഡേറ്ററി ഫീ അടക്കണം. ഫസ്റ്റ് ഓപ്ഷൻ ആണോ കിട്ടിയത്, മാൻഡേറ്ററി ഫീ അടക്കണം. ആരാണെങ്കിലും അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കോളേജും കോഴ്സിന്റെ പേരുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ അടക്കണം. അതിനുള്ള അവസാനത്തെ സമയം ഈ 26-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. SC ST OEC വിഭാഗങ്ങൾക്ക് 155 രൂപയും മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് 610 രൂപയുമാണ് മാൻഡേറ്ററി ഫീ അടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് മാൻഡേറ്ററി ഫീയുമായി ബന്ധപ്പെട്ട്. അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കുക, അലോട്ട്മെന്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ അടക്കേണ്ട. മാൻഡേറ്ററി ഫീ അടക്കാത്തതോടുകൂടി അലോട്ട്മെന്റിൽ നിന്ന് പുറത്തുപോയി. ഈ അലോട്ട്മെന്റിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോവുക. ആളുകൾ പുറത്തു പോയാലല്ലേ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പുതിയ സീറ്റ് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ഫീ അടക്കാത്ത അലോട്ട്മെന്റിന് പുറത്തു പോകാം. ഈ അലോട്ട്മെന്റ് കിട്ടിയ ആളുകളൊക്കെ പുറത്തു പോയാൽ പല വിദ്യാർത്ഥികൾ MGയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും, കണ്ണൂരിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഓട്ടോണമസ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരൊക്കെ ഇതിൽ നിന്നാണ് പുറത്തു പോകുന്നതോടുകൂടി ഇവിടെ സീറ്റ് വേക്കൻസി കൂടും. ആ സീറ്റിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ആ സീറ്റ് വേക്കൻസിയിലേക്കുള്ള അലോട്ട്മെന്റ് നടക്കും. അപ്പോൾ ഇപ്പോൾ അവിടെ കിട്ടിയ കുട്ടികൾക്ക് ഹയർ ഓപ്ഷനുകൾ കിട്ടും, കിട്ടാത്തവർക്ക് പുതിയ കോളേജ് ലഭിക്കും. ഇതൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നടക്കും. ഓക്കെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കണ്ട. അത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെന്റ് ലഭ്യമായതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡ്മിഷൻ എടുക്കേണ്ടത്. ഇപ്പൊ മാൻഡേറ്ററി ഫീ അടക്കുക. മാൻഡേറ്ററി ഫീ എവിടെ അടക്കേണ്ടത്? ആ സ്റ്റുഡൻസ് ലോഗിനിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയതിന് അടിയിൽ ഒരു പച്ചയിൽ എഴുതിയിട്ടുണ്ടോ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുകൊണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈനിൽ പേയ്മെന്റ് ചെയ്യാം. ഇന്ന് തന്നെ അടക്കേണ്ട. അലോട്ട്മെന്റ് വന്ന ഉടനെ തന്നെ കയറി ക്ലിക്ക് ചെയ്യേണ്ട. എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ചിലപ്പോൾ ടെക്നിക്കൽ ഇററുകൾ വരാറുണ്ട്. അപ്പോൾ കയ്യിലെ കാശ് പോകും. നാളൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അക്ഷയ പോയിട്ട് അടക്കുക. മൊബൈലിൽ അടക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഇററുകൾ വരാറുണ്ട്. ഓക്കെ, ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മാൻഡേറ്ററി ഫീ അടച്ച് സെക്കൻഡ് അലോട്ട്മെന്റിന് കാത്തിരിക്കാം.
ഇനി ഒരു വിദ്യാർത്ഥിക്ക് കിട്ടിയ ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുക. ആ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കോളേജിൽ പോയിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ തൃപ്തികരമാണെങ്കിൽ മുകളിൽ 4 ഓപ്ഷൻ ഉണ്ടാവും. 1, 2, 3, 4 ഓപ്ഷനുകൾ ഉണ്ടാവും. ഇതിലെ 6, 7, 8, 9 ഓപ്ഷനുകളൊക്കെ എന്ത് ചെയ്ത് കട്ടായി പോകും. 5ാമത്തെ കിട്ടിയ പിന്നെ അതിന്റെ മുകളിലുള്ള ഓപ്ഷൻ ഇനി അടുത്ത അലോട്ട്മെന്റിൽ നമ്മളെ പരിഗണിക്കും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 5 മതി, എങ്കിൽ 5ാമത്തെ മതി എന്ന് തോന്നുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം. അതിനുള്ള സമയം 24-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്. ഇനി നിങ്ങൾക്ക് ഇത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇത് ഡിലീറ്റ് ചെയ്തില്ല, ചിലപ്പോൾ അടുത്ത അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് 2ാമത്തെ ഓപ്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഡ്മിഷൻ 2ാമത്തെ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കേണ്ടത് എവിടെയാണ്, 2ാമത്തെ ഓപ്ഷനിലാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് 12ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങൾക്ക് അതിന് മുകളിൽ 11 ഓപ്ഷൻ ഉണ്ട്. അത് വേണമെങ്കിൽ അതിലേതെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മുഴുവനായിട്ടും ഡിലീറ്റ് ചെയ്യാം. കിട്ടിയ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റൂല. ചില വിദ്യാർത്ഥികൾ ചോദിച്ചാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത കോളേജാണ് കിട്ടിയത്, അത് ഡിലീറ്റ് ചെയ്യുക. തീരെ ഇഷ്ടപ്പെടാത്ത കോളേജ് ഓപ്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ വന്നാൽ ആ കോളേജിലേക്ക് നിങ്ങൾ മാറേണ്ടി വരും. സെക്കൻഡ് അലോട്ട്മെന്റിലാണ് അഡ്മിഷൻ ഉള്ളത്, അപ്പോൾ പെർമനന്റ് അഡ്മിഷൻ ആണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഉണ്ടായിരിക്കുക. പെർമനന്റ് അഡ്മിഷൻ 2 രീതിയിലാണ് ആ സമയത്ത് ഉണ്ടായിരിക്കുക. ഒന്ന്, നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് എന്ത് ചെയ്യാണ്, ഹയർ ഓപ്ഷനുകളൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് സ്ഥിരമായിട്ട് ഒരു കോളേജിൽ അഡ്മിഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട്. എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾക്ക് 10ാമത്തെ ഓപ്ഷൻ കിട്ടി, അതിന് തൃപ്തികരമല്ല, അതിന് മുകളിലുള്ള ഓപ്ഷനുകൾ എനിക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് അഡ്മിഷൻ എടുക്കുക. അപ്പൊ തേർഡ് അലോട്ട്മെന്റ് പുതിയ സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് മാറാം. ഓക്കെ, അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാം. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുക, ഈ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ എഡിറ്റിംഗ് ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഉണ്ടായിരിക്കാം. ഓക്കെ, അലോട്ട്മെന്റ് ഷെഡ്യൂൾ പ്രകാരം പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം ജൂലൈ 3-ാം തീയതി ആയിരിക്കും പിന്നീട് എഡിറ്റിംഗ് ഉണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതും ജൂലൈ 16-നാണ് ഉണ്ടായിരിക്കുക. ജൂലൈ 16-നാണ് ഇപ്പോൾ പറഞ്ഞ ഡേറ്റുകൾ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. അപ്പോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പറയാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയും. ഇനി ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ ഒരു കോളേജ് കിട്ടിയാൽ ഞാൻ തൃപ്തികരമാണ്, എനിക്ക് അത് തന്നെ അടുത്ത അലോട്ട്മെന്റിൽ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും വേറൊന്നും ചെയ്യാനില്ല, മാൻഡേറ്ററി ഫീ അടക്കുക, സെക്കൻഡ് അലോട്ട്മെന്റിന് കാത്തിരിക്കുക. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് മെമ്മോ അതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും, കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഓക്കെ, സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നത് എന്നായി ചോദിച്ചാൽ ജൂൺ 29-ന് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റ് അഡ്മിഷൻ അന്ന് മുതൽ ആരംഭിക്കും. ഓക്കെ, ജൂലൈ 1-ാം തീയതി 2026-ലെ ഡിഗ്രി വിദ്യാർത്ഥികളുടെ 4 വർഷ ഡിഗ്രിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ് ആരംഭിക്കും. അന്ന് മുതൽ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രക്രിയ. അപ്പോൾ ഇതിൽ അഡ്മിഷൻ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എഡിറ്റിങ്ങും ഇപ്പോൾ ഇല്ല. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അഡ്മിഷൻ ഉള്ളത്, എഡിറ്റിംഗ് ഉള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, ഡേറ്റുകൾ ഓർത്തു വെക്കുക. ബാക്കി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മൾ അലോട്ട്മെന്റ് പ്രക്രിയ വന്നു കഴിഞ്ഞാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, താങ്ക് യു.